ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഭക്ഷ്യവിഷബാധയേറ്റു. കഴിഞ്ഞ രാത്രിയിലുണ്ടായ അസുഖം മൂലം ജെറുസലേമിലെ ഹദാസ എൻ കരീം മെഡിക്കൽ സെന്ററിലെ ഡോക്ടേഴ്സ് അദ്ദേഹത്തെ വിശദമായി പരിശോധിച്ചു. പരിശോധനയിൽ ഭക്ഷ്യവിഷബാധയേറ്റു എന്നാണ് കണ്ടെത്തൽ. അതേസമയം ഗാസയിൽ വെടിനിർത്തലും ബന്ദിമോചനവും ഈ ആഴ്ച ഉണ്ടാകില്ല എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഹദാസ എൻ കരീം ആശുപത്രിയിലെ ഇന്റേണൽ മെഡിസിൻ വിഭാഗം ഡയറക്ടർ പ്രൊഫസർ അലോൺ ഹെർഷ്കോയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഔദ്യോഗിക വസതിയിലെത്തി പരിശോധന നടത്തിയത്. പിന്നീട് കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കിയ അദ്ദേഹത്തിന് ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടാനൊന്നുമില്ലെന്ന് ഡോക്ടേഴ്സ് വ്യക്തമാക്കി. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അടുത്ത 3 ദിവസത്തേക്ക് പ്രധാനമന്ത്രി ഔദ്യോഗിക യാത്രകൾ, മറ്റ് യോഗങ്ങൾ, ക്യാബിനറ്റ് ഇവ ഒഴിവാക്കി വിശ്രമിക്കും. ഇക്കാലയളവിൽ അദ്ദേഹം വീട്ടിൽ നിന്ന് തന്നെ ഔദ്യോഗിക പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യും. അതേസമയം ഗാസയിലെ വെടിനിർത്തൽ ഈ ആഴ്ചയിൽ നിലവിൽ വരാൻ സാധ്യതയില്ലെന്ന് ഗവൺമെന്റ് വൃത്തങ്ങൾ പറയുന്നു. ഹമാസിന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഇതുവരെ ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്തതെന്ന് അമേരിക്കൻ പ്രതിനിധിയും പങ്കുവച്ചതായാണ് സൂചന. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.